എ സ്ക്വയർ വിത്ത് ഓൾ വേർട്ടീസസ് ഓൺ എ സർക്കിൾ. അതായത് ഈ സ്ക്വയർ അതിൻ്റെ ഓരോ വേർട്ടീസസും സർക്കിളിലുള്ള ഓരോ പോയിന്റുകളായിട്ട് വരും. അതായത് ഇപ്പം ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ക്വയർ, അതായത് അതിൻ്റെ 4 കോർണേഴ്സും സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സ്ക്വയർ ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോട്ട് ഇട്ടത്. അപ്പം ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു ഡോട്ട് ഇടുക. അങ്ങനെ എത്ര ഡോട്ട്സ് നമുക്ക് ഇടാൻ കഴിയും, അതിൻ്റെ പ്രോബബിലിറ്റി അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. അപ്പോൾ നമുക്കറിയാം ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ എന്താണ്, രണ്ടിലും ഏരിയ ഉണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓരോ ഫിഗറിൻ്റെയും ഏരിയാസ് കണ്ടുപിടിക്കണം. ഏരിയാസ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്ന് നമ്മൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ, അതായത് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ ടോട്ടൽ ഏരിയ, അതായത് സർക്കിൾ, അതിൻ്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സ്ക്വയറിന് ഒരു ഡയഗണൽ വരച്ചു, അതാണിത്. തൽക്കാലം ഞാൻ ഷെയ്ഡ് ഈ ഡോട്ട്സ് ഒക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് അതിൻ്റെ ഒരു ഡയഗണലാണ്, സ്ക്വയറിൻ്റെ ഡയഗണൽ. സ്ക്വയറിൻ്റെ ഈ ഡയഗണൽ തന്നെയാണ് ഒരു സർക്കിളിൻ്റെയും ഡയമീറ്റർ. ഓക്കെ, കാരണം 2 എൻഡ്സും സർക്കിളിൽ തൊടുന്നുണ്ട്, മാത്രമല്ല ഇത് അതിൻ്റെ സെൻറ്ററുമാണ്. ഓക്കെ, അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത്, ഈ ലൈന് സ്ക്വയറിൻ്റെ ഡയഗണലും സർക്കിളിൻ്റെ ഡയമീറ്ററുമാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ റേഡിയസ് ഓഫ് എ സർക്കിൾ. ഇത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ പകുതിയാണ് ഒരു സർക്കിളിൻ്റെ റേഡിയസ്. സോ ഫസ്റ്റ് നമ്മൾ ഈ സൈഡിന് എ എന്ന് കൊടുക്കുന്നു. സ്ക്വയറിൻ്റെ ഒരു സൈഡിന് എ. സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ മറ്റേ സൈഡും എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും, എ. ഇത് രണ്ടും എ ആവുമ്പം അതിൻ്റെ ഡയഗണൽ എന്തായിട്ട് മാറും, a√2. √2 എയോ a√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അതായത് ഡയമീറ്ററായ a√2ൻ്റെ പകുതിയാണ് റേഡിയസ്. സോ a√2/2 റേഡിയസ് കിട്ടി. ഇനി നമുക്ക് ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി സർക്കിൾ കണ്ടുപിടിക്കും. ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം πr² ആണ്. πr². തൽക്കാലം നമ്മൾ പൈൻ്റെ വാല്യൂ 3.14 ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എന്താ വേണ്ടി, പ്രോബബിലിറ്റി ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ പൈയുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി r² നമുക്കറിയാം a√2/2. സോ r² എന്ന് പറയുമ്പോൾ a√2/2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ πa² √2 ദി ഹോൾ സ്ക്വയർ. √2² എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും √2ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്തായിട്ട് മാറും, ബാക്കി എന്താ ഉള്ളത്, ഈ സ്ക്വയറും √2ഉം പോയാൽ ബാക്കിയുള്ളത് 2 ആണ്. സോ a²/2. പിന്നെ 2² എന്ന് പറഞ്ഞാൽ എന്താണ്, 4. സോ /4. ഇനി 4ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം, 1 2. therefore πa²/2. അപ്പം ഏരിയ ഓഫ് എ സർക്കിൾ, അതായത് ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടി, πa²/2. ഓക്കെ, ടോട്ടൽ ഏരിയ πa²/2. ഓക്കെ, ഇനി നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എവിടെയാണ് ഡോട്ട് ഇടേണ്ടത്, എവിടെയാണ്, ഈ സ്ക്വയറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ സിമ്പിളാണ്. അതിൻ്റെ ഒരു സൈഡ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏരിയ കണ്ടെത്താം. അതായത് a×a അഥവാ a². അപ്പം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്, സ്ക്വയറിൻ്റെ അഥവാ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു a². നമുക്ക് സുഖമായിട്ട് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് ഏരിയ ഓഫ് ദി സ്ക്വയറും കിട്ടി, ഏരിയ ഓഫ് സർക്കിളും കിട്ടി, അഥവാ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയും കിട്ടി, ടോട്ടൽ ഏരിയയും കിട്ടി. നമ്മൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി
എഴുതാൻ പോവാണ്. Therefore the geometrical probability is equal to, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാം probability of dot, ഇങ്ങനെ എഴുതാം, probability of dot within the portion, within the shaded portion, shaded portion is equal to, okay, probability of dot within the shaded portion, അതായത് ഷെയ്ഡ് ചെയ്ത പോർഷനിൽ ആ ഏരിയ അവിടെ മാത്രം ഡോട്ട് വരാനുള്ളതിൻ്റെ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദി ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഓർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓർ ഏരിയ ഓഫ് സർക്കിൾ. അതായത് ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് നിങ്ങൾക്ക് എഴുതാം, ബൈ ഏരിയ ഓഫ് സർക്കിൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ അപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് സ്ക്വയറും ഏരിയ ഓഫ് സർക്കിളും ഒന്ന് എഴുതി തരാം. ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ, ഓക്കെ, ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? പൈ എ സ്ക്വയർ ബൈ 2, പൈ എ സ്ക്വയർ ബൈ 2, എ സ്ക്വയർ ബൈ പൈ എ സ്ക്വയർ ബൈ 2. ഇതൊരു ഗ്രൂപ്പും ഈ എ സ്ക്വയർ വേറൊരു ഗ്രൂപ്പുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എ സ്ക്വയർ ബൈ 1 ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ബൈ 2, ഓക്കെ, ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 1. അപ്പോൾ നമ്മൾ ഏതൊരു നമ്പർ എടുക്കണം, 1ന് നമുക്ക് 1/1 എഴുതാം, തെറ്റൊന്നുമില്ല. 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 2ന് നമുക്ക് എങ്ങനെ എഴുതാം? 2/1. 2 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നെയാണ്. അപ്പം അതുകൊണ്ട് എ സ്ക്വയറിനെ എ സ്ക്വയർ ബൈ 1 എന്ന് എഴുതിയാൽ എ സ്ക്വയർ തന്നെയാണ് ഉത്തരം. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ പൈ എ സ്ക്വയർ ബൈ 2നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻസ് മാറും. അതായത് പൈ എ സ്ക്വയർ ബൈ 2 എന്തായിട്ട് മാറും? 2/പൈ എ സ്ക്വയർ, ഓക്കെ, ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കട്ട് ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 2 1/π, അതായത് 2 1 × പൈ എന്ന് പറഞ്ഞാൽ പൈ ആണ്, അതായത് 2/π. അപ്പം ഇതാണ് ഈ ഷെയ്ഡഡ് പോർഷനിൽ ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു 2/π. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തൊരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഈ ഡോട്ടിട്ട, അതായത് ഈ ഷെയ്ഡഡ് പോർഷനായ ഈ സ്ക്വയർ ഒഴികെ ബാക്കിയുള്ള പ്ലേസസ് ഉണ്ട്, അതായത് ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും, അവിടെയൊക്കെ ഡോട്ട് ഇടാനുള്ള ചാൻസ് എത്രയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡോട്ട് വിത്തിൻ അൺഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് ചെയ്യുന്ന, അതായത് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി 2/π ആണ്. അപ്പം ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡോട്ട് ഇടേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചത്, ഡോട്ട് വിത്തിൻ അൺഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1-1ൽ നിന്ന് ഈ ഷെയ്ഡ് ഈ സ്ക്വയറിനെ അങ്ങോട്ട് ഒഴിവാക്കുക. അതായത് ഈ ഭാഗത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ഭാഗം, ഈ പ്ലേസ്, ഈ പ്ലേസിലാണ് ഡോട്ട് ഇട്ടാൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് ഈ സ്ക്വയറിനെ നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യും? ഒഴിവാക്കും. അപ്പോൾ സ്ക്വയറിൽ ഡോട്ട് ഇടാനുള്ള പ്രോബബിലിറ്റി 2/π ആണ്. അപ്പം ഈ 1ൽ നിന്ന് ഈ 2/πനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. അതാണ് ഈ ഭാഗത്തുള്ള ഡോട്ട് ഇടുന്നതിൻ്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇതിനിപ്പോൾ ഇതുപോലെ ഏത് മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും ഡോട്ട് വിത്തിൻ അൺഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുമ്പോൾ 1 - നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ക്വസ്റ്റ്യന് എ സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് ഓഫ് എ സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മൾ സർക്കിളിനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് ഷെയ്ഡഡ് പോർഷൻ, സർക്കിളിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സർക്കിളിൻ്റെ ഉള്ളിലുള്ള പ്രോബബിലിറ്റി ഡോട്ട് ഇട്ടാൽ എത്ര ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഷെയ്ഡഡ് പോർഷൻ, സർക്കിളാണ് ഷെയ്ഡഡ് പോർഷന്, സ്ക്വയർ ആണ് ടോട്ടൽ ഫിഗർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിന് സൈഡ്സ് കൊടുക്കുക. ഇപ്പം ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിന് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. അപ്പം ഈ സൈഡും സ്വാഭാവികമായിട്ട് എ, ബാക്കിയുള്ള എല്ലാ സൈഡും സ്ക്വയറിൻ്റെ ആയതുകൊണ്ട് എ ആണ്. ഇനി നമ്മൾ ഏരിയ ഓഫ് സർക്കിൾ, അതിൻ്റെ മുന്നേ റേഡിയസ് ഓഫ് ദി സർക്കിൾ കാണുകയാണ്. റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതതിൻ്റെ ഒരു ഡയമീറ്ററാണ്. ഈ ഡയമീറ്റർ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിന് ഈക്വൽ ആണ്. നോക്കൂ, കണ്ടോ, ഇതൊക്കെ ഈക്വൽ ആണ്, പാരലൽ ആയിട്ടാണ് വന്നത്. അപ്പം സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ ഡയമീറ്റർ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. അപ്പം ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്, അതായത് ഡയമീറ്ററായ എയുടെ പകുതിയാണ്, a/2 ആണ് സർക്കിളിൻ്റെ റേഡിയസ്. അത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു, ഏരിയ എന്താണ്? πr² ആണ്. ഓക്കെ, സോ π ഇൻറ്റു a/2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു πa²/4. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി πa²/4. സോ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്താണ്? πa²/4. ഇനി ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ, എ ആണ് സൈഡ്, സോ a ഇൻറ്റു a അഥവാ a². അപ്പം സ്ക്വയറിൻ്റെ, അതായത് ടോട്ടൽ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് a². ടോട്ടൽ പോർഷൻ a² ആണ്. സർക്കിളിൻ്റെ ഏരിയ πa²/4 ആണ്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് within the shaded portion is equal to, എന്താണ്? ഷെയ്ഡഡ് പോർഷൻ ബൈ ടോട്ടൽ ഏരിയ. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. സോ ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് സർക്കിൾ, സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? πa²/4 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ a². നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതി കൊടുക്കാം, തെറ്റില്ല എന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യും? πa²/4 ഇൻറ്റു, ഇവിടെ ഡിവിഷൻ ഡിവൈഡഡ് ബൈ a²/1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? πa²/4 ഇൻറ്റു 1/a² ആയിട്ട് മാറും, റെസിപ്രോക്കലായിട്ട് മാറും. a² ഉണ്ട്, a² രണ്ടും കട്ട് ചെയ്യുക. പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? π/4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും π/4 ആണ്. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. സോ π/4 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു π/4. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് വിത്തിൻ അൺഷെയ്ഡഡ് പോർഷൻ ആണെങ്കിലോ, അൺഷെയ്ഡഡ് പോർഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? 1 - π/4. ഓക്കെ.